പ്രജകളെ ഞാന് വാമനൻ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചിട്ടില്ല. 12 മണിക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ട് വാമനനോട്. അപ്പൊ വാമനൻ പറഞ്ഞു 12 മണി നമ്മളൊക്കെ വന്നാ മതി, സദ്യ കഴിച്ചിട്ടൊക്കെ വന്നാ മതി. അപ്പൊ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്ന് ഓണമാണ് ഗൈസ്. അപ്പൊ ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് വെച്ചാല് എന്താ ഒരു മാവേലിനെ ഇറക്കുക, എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക. മാവേലിയോട് റെഡി ആയിട്ടുണ്ട്, പക്ഷെ ഒരു ഫുണ്ട വരുന്നില്ല. 6 മണിക്ക് എണീറ്റ് ഞാൻ ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ട് എണീറ്റ്, പക്ഷെ ഒരുത്ത എന്താ 3/4 മണിക്കൂർ ലേറ്റ് ആയിട്ട് ഇതുവരെ വന്നിട്ടില്ല ഗൈസ്. ആരാണെന്ന് പിന്നെ കാണിച്ചു കൊടുക്കാം. അതും ഒരു മാവേലി തന്നെയാണ്, അതും ഒരു അടി തന്നെയാണ്. മാവേലി ഒരു എന്താ ഒരു സംഭവമാണ്, കോമഡി പീസ് അല്ല ഗൈസ്. പക്ഷെ മാവേലി ടെററായിരുന്നു. മറ്റേ ഡയലോഗ്. പക്ഷെ ഇപ്പൊ വീട്ടിലിരുന്ന് ബയറെല്ലാം വെച്ചിട്ട് കുറച്ച് തടി അത്ര തന്നെ ജിമ്മനാണ്. അതെ. എന്തായാലും ഇന്നത്തെ വ്ളോഗ് അടിപൊളിയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കണം ഗൈസ്. ഓണം വ്ളോഗ് ഫുൾ ആയിട്ട് വിചാരിച്ചാൽ മതി. നീ എന്ത് വിചാരിക്കുന്നതായിരിക്കും. സീന്. അപ്പൊ എന്തായാലും ആദ്യം ഈ മാവേലി വരട്ടെ, എന്നിട്ട് മറ്റേ മാവേലിനെ കാണാൻ പോവാ. ചെറുത്തന്നെ വെയിറ്റ് ആക്കിയതാ മാവേലിനെ. ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്ത സാധനം എന്താ വരുന്നത്, ചക്ക പോലെ പോവാ. ചലിക്കട്ടെ. ഇതെന്ത് ഗൈസ്, മാവേലി ഇതൊക്കെ ലൂഫിയാ ഗൈസ്. മാവേലി അങ്ങനെ റെഡി ആവട്ടെ, മാവേലി ഫുള്ളായി റെഡി ആവട്ടെ, അപ്പൊ സെറ്റ് ആവും. ഹാപ്പി ഓണം. മാവേലി ഫുള്ളാവട്ടെ ഗൈസ്, റെഡി ആവട്ടെ. ഒരു നിമിഷത്തേക്ക് ഞാൻ മാവേലി ആയിരിക്കുന്നു. How is it? Very very fun. മുഖത്തോട്ട് മഞ്ഞ ലൈറ്റ് അടിക്കുന്നു. ഇത് ഓന് വെച്ചോടുത്ത് മാവേലിനെ റെഡി ആക്കട്ടെ. ഓക്കെ, കഴിഞ്ഞ പോലെ അടുത്ത പോലെ നമ്മളുടെ മാവേലി സെറ്റ് ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. മാവേലി അനുഗ്രഹിക്കൂ. വന്നതേ ഉള്ളൂ പാതാളോടെ കാട് പിടിച്ചിട്ട് കാണുന്നില്ല, കാണിച്ചു കിണറ്റുന്ന് വന്നെന്ന് പറഞ്ഞാൽ മതി. പാതാളം ഇതെന്തിനാ പല്ലിയ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് മാവേലി ഇത് നേരെ സ്പീക്കർ എടുത്തോ. നമുക്ക് മാവേലിനെ കൂട്ടിട്ട് പോവാ ഗൈസ്. ഹാപ്പി ആണോ? മണി എത്രയായി? ഇറങ്ങട്ടെ. മാവേലിന്റെ കൊട തട്ടിക്കൊണ്ട് ഞാൻ പോവാണ്. ഞാൻ തട്ടിയെടുത്തു മാവേലിന്റെ കൊട. മുകളിലേക്ക് തുടങ്ങാം. ഫോണോ? മാവേലിന്റെ ഫോണോ ഇത്? മാവേലിന്റെ ഫോൺ അയക്കൂ. മാവേലിന്റെ സ്പീക്കർ, മാവേലിന്റെ വണ്ടിന്റെ ചാവി. പോട്ടെ. മാവേലി ഓൺ എയർ. അപ്പൊ ഇനി ആരടുത്തൊക്കെ പോവാ, എല്ലാരെയും കാണിച്ചു കൊടുക്കാം. സന്തോഷായിട്ട് മാവേലി വന്നിട്ട്. മാവേലി കമ്മിങ്. മാവേലി തള്ളിക്കൊണ്ടിരിക്കുന്നു. മാവേലി പാതാളത്തുനിന്ന് എപ്പോ വന്നു? മാവേലി പാവാണ്. നമ്മൾ മാവേലി എങ്ങനെയുണ്ട്? പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വേണം ചവിട്ടി താത്ത പാതാളത്തിലേക്ക്. കണ്ണ് കാണാതെ ഡോക്ടർ പറഞ്ഞിന് കണ്ണടി വെക്കണം. കണ്ണടി വെക്കുന്ന ബോറല്ല, അങ്ങനെ കൂളിംഗ് ഗ്ലാസ് വെച്ചു. അതാ പാഞ്ഞ്
അപ്പൊ ലെറ്റ്സ് മൂവ് ഗൈസ്. എല്ലാം ചടപടെ ആവുന്നുണ്ട്. പാട്ടുകളോട് കോപ്പറേറ്റ് അടിക്കുന്ന ഒറ്റക്ക് എടുക്കാൻ പറ്റുന്നില്ല ഗൈസ്. ആരും എടുക്കാം. പോകൂ പാതാളത്തിലേക്ക്. ഇപ്പൊ പോവാണ്. ആയിട്ട് സമയമായിട്ടല്ലേ പാതാളത്തിൽ പോ. ഇന്ന് 12 മണിക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ട് വാമനോട്. അപ്പൊ വാമനൻ പറഞ്ഞു 12 മണി നമ്മളൊക്കെ വന്നാ മതി. കുഴപ്പമില്ലല്ലോ. സദ്യ കഴിച്ചിട്ടൊക്കെ വന്നാ മതി. എന്ത് സദ്യ മിസ്സാക്കാൻ പാടില്ല. കൊല്ലത്തിലൊക്കെയല്ലേ വരുന്നത്. നമുക്ക് സദ്യയെല്ലാം കഴിച്ചിട്ട് പോവാൻ. എവിടെ കഴിക്കും സദ്യ? അത് 2 വീട് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞു ഫോണില്. ഹാപ്പി ആണോ? മാവേലി എങ്ങനെയുണ്ട് മോളെ? എങ്ങനെയാണ് മാവേലി കണ്ടിട്ട് എന്തോ നിനക്ക് ചവിട്ടാൻ തോന്നോ? എന്തെല്ലാം ചേഞ്ചസ് ഉണ്ട് കഴിഞ്ഞ കൊല്ലത്തിനുണ്ട് ഈ കൊല്ലത്തില്? ബാർബർ ഷോപ്പ് ബന്ധായി. താടി എടുക്കാൻ മറന്നുപോയി മാവേലി. ദുബായ്ക്കെല്ലാം പോയിട്ട് മാവേലി അല്ല ഒരു ഫോട്ടോ എടുക്കട്ടെ. മാറ്റണം. ദേവലോകത്ത് വിളിക്കുവിൻ, മഴ വരുന്നു. മഴ വരില്ല. മഴ ഇന്നലെ പറഞ്ഞായിരുന്നു. മഴ വന്നെങ്കിൽ മാവേലി ദേവലോകത്തേക്ക് വിളിച്ച് പറഞ്ഞായിരുന്നാ പറയുന്നേ. മഴ വരൂല വന്നെങ്കിൽ ദൈവം കേട്ടിട്ടാന്നാ വിചാരിക്കുന്നത്. അതൊക്കെ അത്രേ ഉള്ളു. ഓക്കെ മാവേലി, നമുക്ക് നീങ്ങാം. നീങ്ങിയാലും കൊല്ലത്തൊക്കെ ഒരിക്കൽ വരുന്ന മറേ നിങ്ങൾ കൊരക്കല കൊരക്കുന്നത് എന്തേന്ന് പറഞ്ഞിട്ട് കൊരക്കുന്നത് അല്ലെ? അതന്നെ മാവേലി കൊരക്കാൻ പാടില്ല. നമ്മുടെ നാട് എങ്ങനെ തോന്നുന്നു? മഴയെല്ലാം വന്നിട്ട് ആകെ ശോകാണല്ലോ. ശോകാണ്. ഇപ്പൊ വീണേ പാതാളത്തിൽ ചോർച്ചയാണെന്ന് കേട്ടു. പാതാളത്തിൽ ഫുള്ള് ചോർച്ചയാണ്. പാതാളത്തിൽ ചോർച്ചയാണെന്ന് പോലും. ദേവലോകത്ത് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവർ നേരാക്കണം. മറ്റേ JK സിമെന്റോ ഇട്ടിട്ട് നേരാക്കേണ്ടതാണ്. ഓക്കെ. പിന്നെ ഒടുക്കത്തെ ചൂട്, മഴയെല്ലാം ഒടുക്കത്തെ ചൂട്. എന്തിനാ മാവേലി വ്ളോഗ് ചെയ്യൂ? എങ്ങനെ വ്ളോഗ് ചെയ്യുന്നു? വ്ളോഗർ മാവേലി. ഓക്കെ, അതെന്താ സംഭവം? അതെന്താ സംഭവം? മാവേലി ഇങ്ങനെ നീങ്ങണം, ഇങ്ങനെ സംസാരിച്ചോണ്ട് ആൾക്കാരോട് സംസാരിക്കും. പ്രജകൾ അവിടെ ഉണ്ട്. പ്രജകളെ ഞാന് വാമനൻ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചിട്ടില്ലല്ലേ? ഇല്ല. ഇപ്പൊ ഒരു കൊല്ലത്തേക്ക് ഒരിക്കൽ നമ്മ വരുന്നതല്ലേ. ഇനി അതും ഇല്ലാണ്ടാക്കും എന്ന് പറയാൻ. അങ്ങനെ അയ്യോ സോറി പറയൂ, അതില് പറയൂ. എല്ലാരോടും സോറി ചോദിക്കുന്നു പറഞ്ഞതില്. മാവേലി ഞാനിതാ നമ്മുടെ പ്രജക്ക് കൊടുത്തിരിക്കുന്നു. മാവേലിക്ക് എന്താ പറയാ, മാവേലി നിരാശനാണ്. നിരാശനാണ് പറഞ്ഞത് കൊണ്ട്. അവിടെ ഒരു സൗകര്യം ഇപ്പൊ നമുക്ക് കാണുന്നില്ല. മാവേലി നേരെ പാതാളത്തേക്ക് ഇപ്പൊ പോയും. ഓ ഞാൻ വീണ്. മാവേലിനെ ശ്രദ്ധിച്ചു വേണം കൊണ്ടുപോകാൻ. കൈസ് നീങ്ങട്ടെ. പ്രജകളെ കാണുന്നില്ല. എവിടെയാണ് ഇന്നൊരു പ്രജ? മാവേലിനോട് എന്താ പറയാനുള്ളത്? മാവേലിയോട് എന്ത് പറയാനുള്ളത്? എടാ ഭായി, മാവേലിനെ കാണാൻ ആള് വരുന്നില്ല എന്ന് പരാതി ഉണ്ട്. അന്ന് നമ്മളൊരു പ്രജ 2 കുടം വെള്ളവുമായിട്ട് ഈ വഴിയിലൂടെ ഇറങ്ങി വന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഈ വഴിയിലൂടെയോ? ആ ദൃശ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ പ്രജ 2 കുടം വെള്ളമായി ഇതിലൂടെ വെള്ളമായി സർക്കസും കളിച്ചോണ്ട്. ഈ പ്രജ ഞാൻ മറന്നിട്ടില്ല. കാട്ടിലൂടെയാന്ന് മാവേലി. നാച്ചുറൽ. ഞാൻ പിന്നെയും നീങ്ങട്ടെ എന്ന് പറഞ്ഞു കൊടുക്ക. പോട്ടെ. ഹാപ്പി ആണോ? മാവേലിനോട് എന്താ പറയാനുള്ളേ? പാതാളത്തുനിന്ന് വന്നതിന് എന്തൊക്കെ പറയണ്ടേ? നാട്ടിനെ കുറിച്ച് മാവേലി പറഞ്ഞു കഴിഞ്ഞു. പാതാളത്തിൽ ഭയങ്കര ചോർച്ചയിലും. പാതാളത്തിൽ ചോർച്ചയുണ്ട്, ഇവിടെ മഴയുണ്ട്, ആകെ ദുഃഖാണ്. ഇങ്ങനെ നീങ്ങി പോകുന്നു. എന്ത് പറയുന്നു പ്രതിയാണ്? ഇങ്ങനെ ക്യാമറക്ക് ഹായ്. ഹാപ്പി ആണോ? മാവേലിക്ക് ബ്ലേഡിനുള്ള ക്ഷാമം. താടി എടുത്തിട്ടില്ല. നിങ്ങൾ പൂക്കളിട്ടിനാ? ഇത് ആദ്യമല്ലേ ഞാൻ പൂക്കളം കാണുന്നത്. ഇത്ര തൊട്ട് പോയിട്ട് കണ്ടിട്ടല്ലേ? മാവേലി പോവാം.
ഹാപ്പി ഓണം. Okay, Maveli is going on, guys. Moving to the Leodas. സിഗ്നിഫിക്കൻസ് കണ്ടിട്ട് മാവേലിക്ക് അത് കാലത്തെ പാർട്ടി പോയി രാത്രി ലിയോദാസ് അല്ലേ പറഞ്ഞേ? അതന്നെ മാവേലി പറഞ്ഞായിരുന്നില്ലേ ലോകത്തൊക്കെ വിളിച്ച് പറഞ്ഞായിരുന്നു. പക്ഷേ കേട്ടില്ല. അൺഫോർച്ചുനേറ്റ്ലി വി ആർ ഔട്ട് ഓഫ് കവറേജ് ഏരിയ. മാവേലിനോട് ഒരു ഇത്തിരി സ്നേഹം പോലും ദേവലോകത്തുള്ള ആൾക്കാർക്കില്ല. അല്ല, വാമനനില്ല, മാമനും ഇല്ല, ആർക്കും ഇല്ല. കൊല്ലത്തിൽ ഒരിക്കൽ വരാൻ പറഞ്ഞിട്ട് അതെ അന്ന് മഴ വെച്ചെങ്ങനെ ഇങ്ങനെ മാവേലിക്ക് ആൾക്കാരെ ആലോചിക്കുന്നേ. മാവേലി വിഷുവിന് വന്നെങ്ങനെ അപ്പൊ നല്ല വെയിലുണ്ടാവും. കൃഷ്ണൻ ഓണത്തിന് എടുത്താനാക്കാം. അപ്പൊ കൃഷ്ണൻ എന്താക്കും? പെരുന്ന കറക്കിയാൽ ക്രിസ്മസിന് അതാവുമ്പോ താടി ഇറക്കാമല്ലോ. രണ്ടാമത്തെ വീട്ടിലും പൂക്കളം കണ്ടു. മഴയായിരുന്നു. ആകെ നിരാശനായി. എത്ര പെട്ടെന്ന് മഴ ഒന്ന് പോയി കിട്ടിയാൽ നല്ലതായിരുന്നു. ഏത് പ്രജയുടെ വീടാ ഇത്? പുതിയ വരുന്ന ഏത് പ്രൊജക്ട്? നിങ്ങൾ അടുത്ത കൊല്ലം വരുമ്പോ ചിലപ്പോ ഉണ്ടാവും തോന്നുന്നു. ഈ മഴ ആസ്വദിക്കുകയാണ്. മഴയത്തും തളരില്ലല്ലേ മാവേലി? ഇല്ല. മഴ കൊണ്ട് തന്നാലും മാവേലി തളരില്ല. അയ്യോ കൊട നനഞ്ഞ്. ഓക്കേ തൊട്ടേ വെയിറ്റ് ചെയ്യുന്നു. മാവേലി ഇതാ വാമനൻ ചവിട്ടിത്താതിയ, താങ്കളെ ചവിട്ടിച്ചാത്തിയ വാമനൻ. ഹാപ്പി ഓണം. മാവേലിക്ക് എന്താ പറയാനുള്ളത്? പ്രജകളോട് ഞാൻ ചോദിക്കുവാണ്, എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞു. 1 ലക്ഷം ഉണ്ടെങ്കിൽ നമ്മ ഈ പണിക്ക് ഇറങ്ങുന്നത്. ഇതാ ചോർച്ചയാന്ന് ഒരു പാതളത്തിൽ ചോർച്ച, മഴ, എന്താ പറയാ, ബോറിട്ടിട്ടിട്ട് ഏതായാലും വെള്ളം വരുന്നു. ചോർച്ചക്കുള്ള സാധനം ഗെയിം കളിച്ചോണ്ടിരിക്കുന്നു. അങ്ങനല്ല, മാവേലി വന്നിട്ട് എന്ത് കൊണ്ടുവന്നിട്ടും ചോദിക്കുന്നത്. പാതാളത്തിൽ എന്ത് കിട്ടും? പാതാളത്തിൽ മണ്ണ് കിട്ടും. മണ്ണ് മതിയാ? പാതാളത്തിൽ സ്വർണ്ണമാണ്. സ്വർണ്ണ KGF കൊണ്ടുവരും. മാവേലിക്ക് KGF അറിയോ? ചോദിക്ക്. ഞാൻ കണ്ടായിരുന്നു. പാതാളത്തിൽ സ്ക്രീനിങ് ഉണ്ടായിരുന്നു, ലൈവ് സ്ക്രീനിങ്. യശിന്റെ പടം ഉണ്ടല്ലോ, കണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് അവരെന്തോ സിനിമ മാവേലി കടലിലിരുന്നതുകൊണ്ട് നമുക്കത് കിട്ടിയില്ല. ഇല്ലെങ്കിൽ കിട്ടിയേനെ, നിങ്ങൾക്കെല്ലാം തന്നേനെ. വെടിവെച്ച് കൊല്ലല്ലേടാ. എടാ മാവേലിനെ ശ്രദ്ധിക്കടാ. നിങ്ങൾ എന്താ ഇങ്ങനെ ഗെയിമൊക്കെ കളിച്ചോണ്ട്? അതൊക്കെ നല്ലതല്ല കേട്ടോ. ഗെയിമൊക്കെ കളിക്കാൻ പാടില്ല. നല്ല വലുതായിട്ട് നല്ല പണിക്ക് ജോലിയൊക്കെ എടുക്കാനുള്ളതല്ലേ. ഇപ്പോഴേ ഇങ്ങനെയൊക്കെ ഗെയിമൊക്കെ കളിച്ചോണ്ട്. മാവേലി കണ്ണാടി വെക്കുന്നത് കൊണ്ട് മാവേലിക്ക് 1 കൊല്ലത്തേക്ക് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഓണായതുകൊണ്ട് വന്നത് ക്ലാസ് ഒക്കെ ഇടണോന്ന് പറഞ്ഞത്. സമയം കിട്ടിട്ടാവല്ലോ. മുമ്പത്തെ മാവേലിന്റെ വീട്ടിലൊക്കെ പണ്ടത്തെ മാവേലിന്റെ വീട്ടിൽ നിക്കടു കണ്ണേട്ടൻ. ഹാപ്പി ഓണം. കണ്ണേട്ടാ, ഈ നിമിഷത്തിൽ എന്താ പറയാനുള്ളത്? കന്നഡ ലുക്ക് തന്നെയല്ലേ? ഓക്കെ, കണ്ണേട്ടിന് എപ്പോഴും അതിങ്ങനെ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. കുറച്ചേരി ഇരിക്കട്ടെ, ക്ഷീണായി. മാവേലി ക്രോസ് ആയി. എന്തായി? മാവേലി ബെൻഡായി. മാവേലി ക്ഷീണിച്ചു. എല്ലാരും ക്ഷീണിച്ചിരിക്കുന്ന മാവേലി എന്ത് പറയുന്നു? ദാഹിക്കുന്നു. ദാഹമകറ്റാൻ എന്തും കിട്ടിയാലും അങ്ങേര് സ്വീകരിക്കുന്നതാണ്. ദാഹമകറ്റാൻ എന്തും സ്വീകരിക്കുന്നതാണ് കണ്ണട്ട. കണ്ണട്ട ക്യാമറ കാണുമ്പോ സൈലന്റ്. ഓക്കെ ഗൈസ്, ബൈ. അല്ല പോവാ. കാര്യ വെട്ടാ.
ഓക്കെ ഗൈസ് ലെറ്റ്സ് ഗോ. ആരും കണ്ടിട്ടല്ലേ ഇല്ല എന്തായി മാവേലി വീടാ മാവേലി വീടാ മാവേലിക്ക് ദേഷ്യം വന്ന് മാവേലി ഇപ്പൊ ഷൗട്ട് ഔട്ട് ചെയ്യും മാവേലിന്റെ കൊടാടെ മറന്നു വെച്ചിട്ട് വന്നു ഗൈസ്. എന്ത് മാവേലി അല്ലേ. പോട്ടെ അങ്ങോട്ട് അങ്ങോട്ട് പോട്ടെ. ദൈവമായി വരുന്ന മുന്നത്തെ മാവേലി. അയ്യോ അങ്ങനെ മാവേലിയുടെ കൊട കിട്ടിയിരിക്കുന്നു ഗൈസ്. അപ്പൊ ബൈ കണ്ടാ രോഹിത്തേട്ടന്റെ വ്ളോഗ് കണ്ടില്ല. പക്ഷെ അധികം ഒന്നും എടുക്കാൻ പറ്റിയില്ല. രോഹിത്തേട്ട കഥ കേട്ടിട്ട് ഞാൻ സ്റ്റക്കായി പോയി. പോട്ടെ ഓക്കെ ഗൈസ്. മാവേലിന്റെ കൊട നമുക്ക് കിട്ടിയിരിക്കുന്നു. ലെറ്റ്സ് മൂവ് ടു മാവേലി. മാവേലിനെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ആദ്യ വ്ളോഗിൽ വന്നിട്ടാണ്. ഏയ് എന്ത് നാണക്കേടായ? നിങ്ങൾക്ക് എന്ത് പറയണ്ട മാവേലിനെ കുറിച്ച്? മാവേലി ഓടിപ്പോന്നുണ്ട്. മാവേലി പോലെയാ. ടാറ്റാ ഗൈസ് നമുക്ക് ഇടുന്ന നീങ്ങാം. മാവേലി കഴിഞ്ഞു ഫോട്ടോ എടുക്കാൻ. ഇത് നമ്മളെ അമ്പലമാണ്, ശാസ്താവിന്റെ അമ്പലം. നമ്മളെ മാവേലി ബിസി ആയിട്ടുണ്ട്. അയ്യോ ക്ഷീണിച്ചു പോയി ഗൈസ്. ഇല്ലാണ്ട് 12 മണിയായി കൊണ്ടുവന്നു. സൈനിങ് ഓഫ്. മാവേലി പാതാളത്തിലേക്ക് 1 മണിക്കൂറിൽ പോയി. 1 മണിക്കൂർ വന്ന് രാത്രി പോകുന്നത് കഴിഞ്ഞില്ലേ? 2 വാക്ക്. ഇത് മാവേലിയുടെ വലിയ മുത്തശ്ശൻ. ഏത് മുത്തശ്ശനല്ല, വലിയ മുത്തശ്ശനല്ല. ദൊടപ്പാന്ന്. സമയം എത്രയോ മാവേലി? 12 ആയി കൊണ്ടുവന്നു. ക്ഷീണിച്ചു പോയി. ദൊടപ്പാ എത്ര മണിയാ ഇനി നിർത്തുന്നല്ലേ? ഇത് അവസാനമാണ്. മാവേലിന്റെ വീട്ടിലൊക്കെ പോയിട്ട് 12 മണിയായി. ചെക്കന് അമ്പലത്തിൽ പോലും പോവാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മാവേലിനെ കാണാൻ റെഡി ആയിട്ട് വന്നല്ലേ? മാവേലിനെ വെച്ചിട്ട് എന്തെങ്കിലും പറയണോ? താടി എടുക്കാത്ത മാവേലി എങ്ങനെ എടുക്കുന്നത്? താടി എടുക്കാൻ ഒരു ബേജാറായിട്ടുണ്ടാവും. പിന്നെ അതിനിപ്പോ എടുത്തെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് പേരല്ല, അങ്ങനെ ആയിരിക്കും. പിന്നെ ഇന്ന് രാവിലെ തന്നെ, ഇന്നലെ തന്നെ കോസ്റ്റ്യൂം എല്ലാം കൊണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് രാവിലെ എപ്പോഴും എണീക്കുമ്പോ 8 മണിയെല്ലാം ആണ്. രാവിലെ 7 മണിയാകുമ്പോ എല്ലാം അതിന്റെ എല്ലാം പരിപാടിയെല്ലാം സെറ്റാക്കി. പിന്നെ നമ്മളെ മൺവിത്തുണ്ടായിരുന്നു, ഞാൻ ലേറ്റായി. മൺവിത്തെല്ലാം കൂടിയിട്ട് നല്ലൊരു പരിപാടിയാണ്. നല്ലൊരു പരിപാടിയാണ്. ക്ഷീണിച്ച് 12 മണി നടക്കട്ടെ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അത് അതിനൊന്നുണ്ട്, ഒരു ആശ ഉണ്ടായി. നമ്മ ഇതെന്തെങ്കിലും ഊരുന്നല്ലേ, കിരീടൊന്ന് വെക്കണമെന്ന് ആശ ഉണ്ടായി. കാര്യായിട്ടു അങ്ങനെ നമ്മള് സൈനിങ് ഓഫ് ആണ്. എനിക്ക് കൊട കിട്ടി ഗൈസ്. സൈനിങ് ഓഫ്. അതെന്ത് കണ്ണിന് ഗൈസ്. ആ കിരീടം വെക്കാത്ത ഇതിപ്പോ മുനിയായി. മുനിയായി ഇപ്പോ. ആ കഴിഞ്ഞില്ല. അടിപൊളി. കൊടി പിടിച്ചോ? അത് വേണ്ട, അത് നീന്ത്. ഫോട്ടോ എടുക്കണ ഗൈസ്. ഞാൻ ഫോട്ടോ എടുത്തിട്ട് തുടങ്ങിയെടുത്തിട്ട് തിരിച്ചെത്തി. ക്ഷീണിച്ചു പോയി. കറുത്ത് ഞാൻ 12 മണിയായി ഇപ്പൊ. ഞാൻ ഇതൊക്കെ അയച്ചു മാവിയിൽ അയക്കലായി. ഇനിയിപ്പോ അടുത്ത പരിപാടി നോക്കട്ടെ. ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോട്ടെ. എന്റെ ഓണം ദിവസം കാണണോ ഗൈസ്? അതെ ഇങ്ങനെയായി. അടിപൊളിയായിട്ടുണ്ട്. കാര്യം ഞാൻ പിന്നെ പറയാം. നേരത്തെ പോയ ഞാൻ എത്തുന്നത് ഇപ്പോഴാണ്. ഞാൻ ഇപ്പൊ ഉള്ളത് മന്തി കഴിക്കാൻ വന്നിട്ട്. ധനുബായി ഫുൾ ചേഞ്ച് ആയി. കാണിച്ചു ധനു ഇങ്ങോട്ടൊക്കെ. ഇവനുണ്ട് തപ്പി കാണിക്കപ്പി. ഇവിടെ
അപ്പൊ ഗൈസ് നേരത്തെ കൊറേ പണി കിട്ടി എനിക്ക്. ഓണം ആഘോഷിക്കാൻ പറ്റിയില്ല മര്യാദക്ക്. പുറത്തിറങ്ങിയ തന്നെ ഇപ്പോഴാണ് ഇച്ചിരി പ്രശ്നമൊക്കെ. ഞാൻ ഇത് കഴിച്ച് തീർക്കട്ടെ, എന്നിട്ട് വരാം. നമുക്ക് ഫോട്ടോ എവിടെയെങ്കിലും പുറത്തു പോകാം. ഗൈസ് മറന്നു, എനിക്ക് സമയം കിട്ടിയില്ല വ്ളോഗ് എടുക്കാൻ, ഇതെല്ലാം ആയിപ്പോയി. ഗൈസ് നമ്മളിപ്പോ മന്തി കഴിച്ചിട്ട് ഇറങ്ങി. ഇനിയിപ്പോ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ വീട്ടിൽ പോവാം. അപ്പൊ ഞാൻ ഈ വ്ളോഗ് എന്തായാലും എന്റെ ആക്കാൻ പോവാണ് ഗൈസ്. ഇപ്പൊ വരാമേ. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഇനി വീട്ടിൽ പോന്ന് കടന്നിട്ട് ഉറങ്ങുന്നു. ഇതേ ഉള്ള പരിപാടി. ഓണം പരിപാടിയെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാരും എന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെന്താ വേണ്ടേ, ബെല്ലൈക്കൺ കൂടി ആക്കുക. ആയി വീട്. അപ്പൊ ഓക്കെ ഗൈസ്, ഇനി അടുത്തൊരു വ്ളോഗിലൂടെ നമുക്ക് കാണാം. നാളെ കാണാം ഗൈസ്. നാളെ എന്തായാലും ഞാൻ വ്ളോഗ് ഇടും. അപ്പൊ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ബൈ. ഹാപ്പി ഓണം.